സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതാ നമ്മുടെ ലോറികളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ലോഡിങ്ങിന് വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, സമയം രാവിലെ ആയിട്ടുണ്ട്, 7 മണിയാവാറായി. നല്ല തണുപ്പാണ്, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ പ്ലാന്റിലിതാ താറിൻ്റെ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ, ഫുള്ള് വണ്ടിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ താറ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ JCB ഒക്കെ ഇതാ അപ്പുറത്തായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ചായ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ മുന്നിലായിട്ട് കാണുന്ന സാധനമാണ് നമ്മുടെ മെസ്സ് ലോറിയുടെ ബേക്കിൽ. അപ്പോൾ നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പരിപാടികളൊക്കെ ഇത്ര ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടുന്നിങ്ങനെ മൊത്തത്തിൽ ഓരോ പീസായിട്ട് സെറ്റ് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണീൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിലും ഉണ്ട് കേട്ടോ പീസ്. അപ്പോൾ നമുക്കിനി ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. ഇതുവരെ ഇതിൽ ഓപ്പറേറ്റ് ചെയ്ത ഓപ്പറേറ്റർമാരൊക്കെ ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് നോക്കിയ നമ്മുടെ JCB ഒക്കെ ഇവിടെ ഇതാ തകൃതിയായിട്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടികളൊക്കെ ടിപ്പർ ലോറികളൊക്കെ ലോഡിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഇതാ നമ്മുടെ മെറ്റീരിയൽസ് തട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പർ വന്നിട്ടുണ്ട്. ഒരു വണ്ടി അവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ JCB ഇവിടുന്ന് ഇങ്ങനെ മെറ്റീരിയൽസ് കുത്തി ഇടുന്നുണ്ട്. മൊത്തം പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞു കേട്ടോ. നമ്മളിതാ പണി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കുറച്ചാകുമ്പോഴത്തേക്കൊരു പ്ലാന്റിന് ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. നമ്മളിതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് JCB വെച്ചിട്ട്. കുറച്ച് സമയം നമ്മുടെ സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് മാത്രമല്ല കുറച്ച് ലോങ് ആണ് കേട്ടോ. നമ്മുടെ കാറിന്റെ മിക്സും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത് വിദ്യാനഗറിലോട്ടാണ് ഇപ്പം ഇവിടുന്ന് ലോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിതാ വീണ്ടും മെറ്റീരിയൽസ് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലോഡറും അതുപോലെ തന്നെ അവിടുന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 3 വണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. 3 വണ്ടിയിൽ ഒരു വണ്ടി ഇപ്പൊ ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 വണ്ടി ഇവിടെ വെയിറ്റിംഗിലാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളെ മച്ചാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോഡറിന്റെ AC നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ മിൽത്താടന് എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്വന്തം മെക്കാനിക്ക് നമ്മുടെ ഇറ്റാച്ച് പോകുന്ന സൗണ്ട് ആട്ടത്. വെള്ളം വണ്ടിയതാ നേരെ അടിച്ച് മുകളിലോട്ട് കാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെയൊക്കെ നനച്ച് റെഡിയാക്കണം. നമ്മുടെ JCB ഒക്കെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇറ്റാച്ച് JCB മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലോഡറിൻ്റെ AC-യുടെ പണി എങ്ങനെ എടുക്കുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, അവിടെ നമ്മുടെ ഇറ്റാച്ച് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലോഡർ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മിൽട്ടടമെന്ന് AC-ന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മിൽട്ടടെല്ലാം കഴിച്ചളക്ക്. അപ്പൊ ഇതാണ് ഇതിന്റെ കംപ്രസർ. ഇത് അടിച്ചു പോയതാണ്. ഇനിയിപ്പോ ഇതൊക്കെ മാറ്റണം. അങ്ങനെ ഗൈസ്, ഇത് ഈ മെഷീൻ കണ്ടോ ഗൈസ്? ആശാനെ കളിയാക്കുന്നു ഗൈസ്. അല്ല, ബുക്ക് ഇപ്പോഴും കിടപ്പുണ്ടത്. അടുക്കളക്കകത്ത് കിടപ്പുണ്ട്. ഞാൻ എടുത്ത് ഊരി വെച്ചിട്ടുണ്ട്. നമ്മുടെ മിൽട്ടറിന് AC-യുടെ കംപ്രസർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഈ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പണിയും നമുക്ക് ചെയ്യാം. ആശാൻ എന്നെ വീണ്ടും കളിയാക്കുന്നു ഗൈസ്. ലാസ്റ്റ് നമ്മുടെ ലോഡറിന്റെ AC ഒരു വിധത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് തുടങ്ങിയ പിന്നെ അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല. നല്ല ചൂടാണ്. അത് മാത്രമല്ല നല്ല പൊടിയാണ്. അപ്പോൾ നമ്മുടെ പണിതാ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മിൽട്ടാടർ എന്തൊക്കെയോ എടുത്ത് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് കംപ്രസറിൻ്റെ വയറും പൈപ്പൊക്കെ പൂരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ ലോഡർ ഇതാ ചിറക് വിരിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മൊത്തം സാധനം കഴിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ എൻജിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ, അത്യാവശ്യം വലിയ എൻജിനാണ്. ഒരു ചേട്ടന് ഗുൽഫിയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഗുൽഫിയൊക്കെ കഴിച്ചിങ്ങനെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻജിൻ, നല്ല പവർഫുൾ എൻജിനാണ്. മണിക്കൂറിന് 15 ലിറ്റർ ഡീസലാണ് ഈ ചങ്ങായി കുടിച്ച് വറ്റിക്കുന്നത്. സുഹൃത്തുക്കൾ, നമ്മളെ ലോഡർ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് ഇതാ നമ്മുടെ ലോഡറിൻ്റെ പണി, നമ്മുടെ ചെറിയ ലോഡറാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. മൊത്തം പണി തന്നെയാണ് നമ്മുടെ GSBയിൽ. ടാറിങ്ങിൻ്റെ പ്ലാന്റ് ഇപ്പം ടാറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ, മൊത്തം നിശ്ചലമായി കിടക്കുകയാണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ GSB സ്റ്റോക്കിലാണ്. അപ്പോൾ നമ്മുടെ മിൽട്ടാറിന് അവിടെ ടൂൾസും കാര്യങ്ങളും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ AC നന്നാക്കാൻ വേണ്ടി പോവാണ്. അതതിൻ്റെ എന്തെല്ലാം സെറ്റപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഗേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ കംപ്രസറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കേറ്റിൻ്റെ കംപ്രസറല്ല, ഇതിനിപ്പോൾ 15,000 രൂപയാണ്. ഇതിൻ്റെ ഒറിജിനലിന് ഏകദേശം ഒരു 1 സംതിങ് റേറ്റ് വരും, 1.35 ആ റേറ്റ് വരും. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ മിൽട്ടാട്ടം ഇവിടുന്ന് ഇതാ കറണ്ടിൻ്റെ സപ്ലൈ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കംപ്രസറൊക്കെ വെച്ച് ഈ ലൈനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. മിൽട്ടാട്ടം, നമ്മളിപ്പോൾ അത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഫ്ലഷ് ചെയ്യണം. ഫ്ലഷ് വെച്ചാൽ ക്ലിയർ ആക്കുക ചെയ്യുന്നത്. അവിടെ ആ ലൈൻ വെച്ചില്ല, അവിടെ നമ്മൾ അഴിച്ചിട്ടൊരു ലൈൻ ഉണ്ട്, അവിടെ വരുന്നു. ഒത്തിപ്പിടിച്ചിട്ട് വിടുന്നതാ. അതിൽ ലൈനൊക്കെ ഫ്ലഷ് ചെയ്യണം, എയർ അടിച്ച് മൊത്തം എയർ കൂട്ടി പിടിച്ചിട്ട് ഒഴിവാക്കും അല്ലേ? ഡസ്റ്റ് എല്ലാം വരുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഗ്യാസ് കയറ്റുമ്പോൾ സെറ്റ് ചെയ്യേണ്ട മറ്റേ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അത് ഉപയോഗിച്ച് തന്നെയാണ് ഈ കംപ്രസർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അതിലേക്ക് നല്ല പ്രഷർ കയറ്റി ഈ പൈപ്പൊക്കെ ക്ലിയർ ആക്കുകയാണ് കേട്ടോ. നമ്മൾ താറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, പ്ലാന്റൊക്കെ ഓണാക്കി. നമ്മൾ ഈ വണ്ടി ഒന്ന് എടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ നമ്മൾ ടാർമിക്സിൽ ഓടിയാൻ വേണ്ടിയിട്ട് ഇതാ പ്ലാനിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇവിടുത്തെ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതിലൂടെ നമ്മുടെ മിക്സിൽ ഓടാവണം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ടാറിങ് നേരത്തെ കുറച്ച് സമയത്ത് ഇല്ലാന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ GSB അടിച്ച് പോയി. ഇപ്പോൾ ഓരോ വണ്ടിയായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ടാറിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് അടുത്ത വണ്ടി നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിലവിലിപ്പോൾ 2 വണ്ടി പെൻഡിങ്ങിനായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ടാറിങ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നിലിങ്ങനെ വണ്ടി എന്നാൽ സ്റ്റോപ്പ് നിർത്താതെ നമ്മുടെ ടാറിങ്ങിന് ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഈ പ്ലാന്റിൽ ഇങ്ങനെ സാധനം ഇങ്ങനെ ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ വേഗം വണ്ടി ഇങ്ങനെ വെക്കണം, എന്നാലേ നമ്മുടെ പരിപാടിയെല്ലാം നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ GSBയിലേക്ക് പോയ ലോഡറൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പ്ലാന്റിലെ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യണം, അതിൻ്റെ പരിപാടിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പള വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പള പമ്പൊക്കെ ഇതാ നമ്മുടെ ഹൈവേയുടെ കൂടെ തന്നെ നല്ല ഗംഭീരമാക്കുന്നുണ്ട്, അതൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ, മണ്ണൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പണിയും മുന്നിലായിട്ട് കാണാം. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. നേരെ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളെ ഡീസൽ ഇതുവരെ അടിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടൊന്നും ജസ്റ്റ് കാര്യമാണ് നമ്മുടെ ഉപ്പള റോഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. GSB ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ ലാറി വാലിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞു. അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ GSB ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇതാ സുഹൃത്തുക്കൾ, ഇവിടെ മൊത്തത്തിൽ നല്ല പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്.
നമ്മുടെ മണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഫോർമേഷൻ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയൊരു മേക്കപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഇതാ ഗ്രേഡർ ഇതാ GSB വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞു ഇവിടെയൊക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ മുന്നിൽ കാണുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മുടെ റോഡ് ഹൈറ്റായി വന്നിട്ടുണ്ട്. ഇവിടേക്ക് അതാ മൊത്തം ആറേവല്ല വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു സൈഡിൽ GSB കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെയിനത് ഇവിടുന്ന് ഫ്രിക്ഷൻ സ്ലാബ് തൂക്കി വെക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഏതാണ്ട് മൊത്തം പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ മാക്സിമം ഒരു 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്നൊരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ 1 സൈഡ് മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് പണിയാണ് ഇനിയിപ്പോൾ നടക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മൊത്തത്തിലിതാ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് ഇതാ ഇത്രത്തോളം എത്തി. അപ്പം ഇവിടെ എക്സ്പ്രഷൻ ജോയിനിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇത്തിരി ഏരിയ മൊത്തത്തിൽ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ കുറച്ച് ഏരിയയിൽ കുറച്ച് ഫോർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുണ്ട്. നമ്മുടെ ബോക്കേറ്റ് ഇതാ ഇവിടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത്രത്തോളം ഏരിയ ഇതാ ഇനി കുറച്ച് ഈ ഏരിയയിലൊക്കെ കുറച്ച് ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ GSB മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ കുറച്ച് ഏരിയ ഇപ്പം GSB ഇവിടുന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെയിന് നമ്മുടെ ബാക്കിയുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണിയൊക്കെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പള ഏതാണ്ട് മൊത്തത്തിലങ്ങോട്ട് മാറി. എല്ലായിടത്തും നല്ല രീതിയിൽ സ്പീഡിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഏരിയ എന്തായാലും ഒരു 2 ആഴ്ചയിൽ മാക്സിമം ഒരു 3 ആഴ്ച കൊണ്ട് താറിങ്ങിന് സജ്ജമായിട്ട് നിൽക്കും. അത്രയും സ്പീഡിലാണ് ഇപ്പോൾ പണിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മോഹനാടനാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ GSBയുടെ WMൻ്റെ ഒക്കെ വർക്ക് നോക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ റോഷിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ മാത്രമേ ഇവിടുന്ന് പോയുള്ളൂ. നമ്മളിപ്പോൾ പ്ലാന്റിലായതുകൊണ്ട് സൈഡിലോട്ടൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുന്നിലൊക്കെ ഇത്രത്തോളം സെറ്റായി കേട്ടോ. ഇനി നമുക്ക് പോവാം. നമ്മുടെ ഓട്ടോ അതുപോലെ തന്നെ വെള്ളം വണ്ടിയൊക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡീസൽ ഇതാ ഇപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടില്ല, ലേശം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ് ഇതാ നല്ല പവറായിട്ട് കിടക്കുന്നുണ്ട്. നല്ല കടൽ പോലത്തെ റോഡാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിനി പ്ലാന്റിലേക്ക് പോകണം. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുണ്ട്. ഉപ്പളയൊക്കെ മാറി വരികയാണ്. ഇനി നമ്മുടെ അടുത്ത സൈഡ് നമുക്ക് ഇനി പിന്നീട് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വണ്ടിയിലുള്ള ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു. നമുക്ക് പ്ലാന്റിലോട്ട് പോകണം. നമ്മൾ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 2500 ലിറ്റർ ഡീസൽ നമ്മളിപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടുന്ന് എടുക്കുകയാണ്. ഇനി നമുക്ക് നേരെ പ്ലാന്റിലോട്ട് പോകണം. നമ്മൾ ഡീസലൊക്കെ അടിച്ചതാ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈറ്റും കാര്യങ്ങളൊന്നും ജസ്റ്റ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഉപ്പള ഫ്ലൈ ഓവർ കഴിഞ്ഞ് നേരെ തലപ്പാട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ലൈന് വരഞ്ഞു തുടങ്ങി. തലപ്പാട് ഏരിയയൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ ഒരു സൈഡിലായിട്ട് വരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ അങ്ങനെ പറന്ന് പോവാണ് കേട്ടോ. നമ്മുടെ ഡ്രൈവർ ഇതാ മുഹമ്മദ് ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഓപ്പറേറ്റർ സച്ചിയുണ്ട്. നമ്മൾ ഒരുപാടായിട്ട് ഇപ്പോൾ പ്ലാന്റിൽ തന്നെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. സൈറ്റിൽ വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ കുറേ ആവശ്യങ്ങൾക്കായിട്ട് വേറെ സൈറ്റിൽ പോകണം. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളെപ്പോഴുള്ള ഫ്ലാറ്റാണ് കാണുന്നത്. അതിൻ്റെ മുന്നിലൊക്കെ ഇതാണ് അവസ്ഥ. നല്ല അടിപൊളി റോഡാണ്. നമ്മുടെ മിക്സും വണ്ടിയൊക്കെ സൈഡിലോട്ട് പോകുന്നുണ്ട്.
മാളിൻ്റെ മിക്സ് ഇവിടുന്ന് ഇറ്റാച്ചി മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകർപ്പനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി റോഡാണ്. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇനി കുറച്ച് ഏരിയ മാത്രം. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ സ്ലാബിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ അവിടെ എക്സ്പ്രഷൻ ജോയിൻറ്റ് അങ്ങനത്തെ ഓരോ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുമിച്ച് നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പള പുഴ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഭാരതപ്പുഴ പോലെ ഉണ്ട് മൊത്തത്തിൽ. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ പണി മാറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ മോസങ്കടി വരുന്ന ഒരു സൈഡിൽ വെള്ള ലൈന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ മഞ്ചേശ്വരി ഏരിയയിലൊക്കെ നമ്മുടെ റോഡിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഭാഗത്ത് മൊത്തത്തിൽ കഴിഞ്ഞു. തലപ്പാടി പോകുന്ന ഭാഗത്തോട്ട് മൊത്തം ലൈനിൻ്റെ വർക്കും കഴിഞ്ഞു മഞ്ചേശ്വരി ഏരിയയിൽ. ഈ ഒരു ഏരിയയിൽ ഒരൊറ്റ ലൈന് മാത്രമേ ഇവിടെ കാണാം. ബാക്കിയുള്ള ലൈനൊക്കെ ഇപ്പോൾ വരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമ്പി ഫാക്ടറിയൊക്കെ ഇവിടെ ഉണ്ട്, സ്റ്റീൽ ഫാക്ടറി. അപ്പോൾ ഇവിടെയുള്ള ഭൂപ്രകൃതിയൊക്കെ ഇങ്ങനെയാണ്. ഒരു തീപ്പടത്ത് ഉണ്ടാക്കിയാൽ ഞാൻ മൊത്തം കത്തിപ്പോവും. നമ്മുടെ പ്ലാന്റും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വരണ്ട് കിടക്കണം കേട്ടോ. കുറേ ഏരിയയിലൊക്കെ തീയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. തീ ഇട്ടതാണോ അതോ തീ പിടിച്ചാണോ എന്നറിയില്ല. ഇതൊക്കെ സ്റ്റീൽ ഫാക്ടറിയാണ്. അപ്പോൾ നമ്മളേതാണ്ട് പ്ലാന്റിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ ഏരിയ ഒക്കെ ഇതാ ഇങ്ങനത്തെ ഏരിയ ആണ്. നല്ല വരണ്ട പ്രദേശമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഡീസലൊക്കെ നമ്മൾ ഇറക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഓരോ വണ്ടിയുടെ നമ്പർ ഇപ്പോൾ എഴുതി വെക്കുകയാണ്, ഡീസലിൻ്റെ ബേരലൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് ഇപ്പോൾ സൈഡിലേക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ മിക്സാക്കി ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലോഡറിൻ്റെ AC യുടെ പണി മൊത്തം കംപ്ലീറ്റ് ആയി നമ്മൾ വരുമ്പോഴേക്കും. അപ്പോൾ നല്ല AC ഒക്കെ ഇട്ട് ഇപ്പോൾ നല്ല ചില്ലായിട്ടാണ് നമ്മുടെ ലോഡർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആകാശമൊക്കെ നല്ല റെഡിഷ് കളറിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചിയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോറികളൊക്കെ ഇവിടെ വന്ന് സൈഡാക്കി.